അത് ജനങ്ങൾ തീരുമാനിക്കും. ഇതാണ് ഒരു ഘട്ടത്തിൽ ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ 1800 വോട്ടിന് പിറകോട്ട് പോകേണ്ടി വന്നിട്ട് പണ്ട് KC ജോസഫ്. അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പ്രശ്നമല്ലത്. പക്ഷേ അതുപോലെ ഒരുപക്ഷെ 1800 വോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു വോട്ടാണ് എന്ന് നമ്മൾ കരുതും. ഇപ്പോൾ 42,246 വോട്ട് കിട്ടുന്നുണ്ട്. അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. ഈ നാട്ടിലെ ആളുകൾ അംഗീകരിക്കുന്ന പോലെ മറ്റാരെങ്കിലും വന്ന് അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു നേതാവിനും ഞങ്ങളെതിരാണ്. ഏതായാലും ഇരിക്കൂർ മണ്ഡലത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ നിന്നുള്ള പ്രതികരണമാണ് കേട്ടത്. ഇരിക്കൂരിൽ മത്സരിക്കാമെന്നാണ് VD ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന്, അവിടെ വന്ന് വിജയം അനായാസമാക്കാമെന്ന് കരുതേണ്ടതില്ല എന്നാണ്. CK വിജയൻ കേൾക്കാമെങ്കിൽ അങ്ങനെ വലിയ ജനവികാരം, പൊതുവികാരം, പ്രവർത്തകരുടെ വികാരം അവർ തുറന്ന് പ്രകടിപ്പിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് വരുന്ന പ്രതികരണം എന്ന് പറയുമ്പോൾ ചില പ്രത്യേകതകളുണ്ട്. അവിടേക്ക് ഇരിക്കൂർ സീറ്റിൽ മത്സരിപ്പിക്കാൻ VDക്ക് വേണ്ടി കളമൊരുങ്ങുന്നു എന്നതൊക്കെയുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ കണ്ണൂരിൽ നിന്നുണ്ടാകുന്നത്. എന്താണ്, എവിടെയാണ് ഈ പ്രകടനം നടന്നത്? CK സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ പ്രകടനങ്ങൾ, പ്രതിഷേധ പ്രകടനങ്ങൾ VDക്ക് വേണ്ടി നടക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, വസ്തുതകൾ ഹൈക്കമാൻഡും KPCC നേതൃത്വവും മനസ്സിലാക്കണം. എന്താണ് ഇവിടുത്തെ സംസ്ഥാനത്തെ യാഥാർത്ഥ്യം? പുറത്തു നിന്നുള്ള ആളെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തേണ്ട ആവശ്യമില്ല. പട നയിച്ചത് VD സതീശനാണ്. ആ VD സതീശനെ നയിക്കട്ടെ എന്നാണ് അവരുടെ മുദ്രാവാക്യം. CK ചേരുന്നുണ്ട്. CK കണ്ണൂർ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടന്നത് ശ്രീകണ്ഠപുരത്താണ്. ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത് നമുക്കറിയാം അത് സജീവ് ജോസഫിന്റെ മണ്ഡലം, ഇരിക്കൂർ മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശമാണ്. ആ മണ്ഡലത്തിലേക്കാണ് KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നത് എന്ന ഒരു സൂചന കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങൾക്ക് അല്ലെങ്കിൽ VD അനുകൂല പ്രകടനങ്ങൾക്ക് കുറെ കൂടി കരുത്തുണ്ട്. നേരത്തെ VS തുടങ്ങി വെച്ച അതേ രീതിയിലുള്ള മാതൃക, അതിന് സമാനമായ തരത്തിലുള്ള മുദ്രാവാക്യം കണ്ണേ കരളെ VDS എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഏതാണ്ട് ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രദേശത്തേക്ക് പ്രകടനങ്ങൾ നടന്നത്. ഇതിന് സമാനമായി എടയന്നൂരിലും മമ്പറത്തും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിൽ VD അനുകൂലികളുടെ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ പ്രകടനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏതായാലും KPCCയുടെ വിലക്ക് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നും ഇവിടെ മത്സരിക്കാൻ KC വന്നാൽ 8 നിലയിൽ പൊട്ടിക്കും എന്നുൾപ്പെടെയുള്ള അതികഠിനമായ വാക്കുകളും മുദ്രാവാക്യങ്ങളും ഉപയോഗിച്ചാണ് ഇവർ ഇപ്പോൾ. കണ്ണൂരിലെ പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ മൂർച്ചയേറുന്നു. അതായത് ശ്രീകണ്ഠപുരത്ത് എന്ന് പറയുമ്പോൾ അത് ഇരിക്കൂർ മണ്ഡലത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെയാണ് ഈ വലിയ വികാരം. അത് KPCCയും ACCയും ഒക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതായത് ഇവിടേക്ക് VDക്ക് പകരം KC ആണ് ഇവിടേക്ക് വരുന്നതെങ്കിൽ, പകരം ഒരു MLA രാജിവെപ്പിച്ച് മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ തോൽപ്പിക്കും എന്നാണ് മുന്നറിയിപ്പായി കോൺഗ്രസ് പ്രവർത്തകർ നൽകുന്നത്.